തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജി മന്ത്രിസ്ഥാനം രാജിവെച്ചു. അഴിമതി കേസിൽ 6 മാസമായി ജയിലിൽ കഴിയുകയായിരുന്നു. വകുപ്പില്ലാ മന്ത്രിയായി സെന്തിൽ ബാലാജി തുടരുന്നതിനെ മദ്രാസ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഈ കോടതി വിമർശിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയാകുന്നു. ഇപ്പോഴാണ് രാജി ഉണ്ടാകുന്നത്. എന്താണ് ഈ കോടതി വിമർശനം മാത്രമായിരിക്കില്ലല്ലോ സെന്തിൽ ബാലാജിയെ ഒഴിവാക്കാനുള്ള സ്റ്റാലിന്റെ തീരുമാനത്തിന് പിന്നിൽ? മനസ്സിലാക്കുന്ന കാര്യം, തെരഞ്ഞെടുപ്പ് വരുന്നു, ഒരു ബ്ലാക്ക് മാർക്കായി തന്നെ നിൽക്കും എന്നുള്ള ഉത്തമ ബോധ്യം DMK-ക്കുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ഈ ഒരു രാജി, കാരണം 6 മാസമായി വകുപ്പില്ലാ മന്ത്രിയായി തുടരുന്നു. വിവിധ കോടതികൾ, അതായത് ജാമ്യഹർജിയുമായി പോയ കോടതികളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള വിമർശനം ഏൽക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. മദ്രാസ് ഹൈക്കോടതി തന്നെ നിരവധി തവണകളിലായി ഈ ജാമ്യഹർജി വരുന്ന സമയങ്ങളിലൊക്കെ വകുപ്പില്ലാ മന്ത്രിയായി തുടരുന്നത് ശരിയല്ല പലതവണ പറഞ്ഞതുമാണ്. എന്നാലും ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു രാജി വരുന്നത്. മാത്രമല്ല, ജാമ്യ ഹർജികൾ തള്ളുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി കോടതികളിലൊക്കെ പറഞ്ഞിരുന്നതും ഈ പറഞ്ഞ രീതിയിൽ വകുപ്പില്ലാ മന്ത്രിയായി തുടരുന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ് എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ജാമ്യഹർജി നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അടുത്തയാഴ്ച ജാമ്യഹർജി പരിഗണിക്കും. അതായത് റിമാൻഡ് കാലാവധി തീരുന്ന സമയത്ത് ആ ജാമ്യഹർജി കൂടി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു വളരെ വേഗത്തിലൊരു നീക്കം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 6 മാസം വകുപ്പില്ലാ മന്ത്രിയായി തുടർന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു രാജി. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ പറയുന്നത്. 6 മാസമായി ജയിലിൽ കഴിയുകയും എന്നാൽ വകുപ്പില്ലാ മന്ത്രിയായി മന്ത്രിസഭയുടെ ഭാഗമാവുകയും ചെയ്ത സെന്തിൽ ബാലാജിയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. കോടതി വളരെ രൂക്ഷമായി സെന്തിൽ ബാലാജി ഇങ്ങനെ വകുപ്പില്ലാ മന്ത്രിയായി തുടരുന്നതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ മുഖം മിനുക്കൽ കൂടിയാകാം ഈ നീക്കത്തിന് പിന്നിലെന്നും സൂചനകളുണ്ട്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.